ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി പന്മന ആശ്രമത്തിൽ വിപുലമായി ആചരിക്കും. ഈ മാസം 29 മുതൽ അടുത്ത മാസം 9 വരെയാണ് ശതാബ്ദി ആചരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. 29-ന് മരുത്വാമലയിൽ നിന്ന് മഹാഗുരുജ്യോതി പ്രയാണം തിരുവനന്തപുരം അഭേദ ആശ്രമത്തിലെത്തും. 30-ന് കണ്ണൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സ്വീകരണ സമ്മേളനം നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത്. ഈ മാസം 29-ന് രാവിലെ 6-ന് മരുത്വാമലയിൽ നിന്ന് സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ ജ്യോതി ഏറ്റുവാങ്ങി ആരംഭിക്കുന്ന മഹാഗുരുജ്യോതി പ്രയാണം തിരുവനന്തപുരം അഭേദാശ്രമത്തിൽ എത്തിച്ചേരും. 30-ന് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമയും ജ്യോതിയും വഹിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ജ്യോതി പ്രയാണം കണ്ണമ്മൂല ചട്ടമ്പി സ്വാമി ജന്മസ്ഥാന ക്ഷേത്രത്തിലെ സ്വീകരണത്തിന് ശേഷം MC റോഡ് വഴി കണ്ണൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇവിടെ നടക്കുന്ന സ്വീകരണ സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഘോഷയാത്രയായി പന്മന ആശ്രമത്തിൽ എത്തിച്ചേരും. സ്വാമി നിത്യസ്വരൂപാനന്ദ ജ്യോതി ഏറ്റുവാങ്ങി പന്മന ആശ്രമത്തിലെ കടാവിളക്കിലേക്ക് പകരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ മഹാസമാധി ശതാബ്ദി മഹാഗുരുവർഷം 2024 ഒരു വർഷക്കാലം നീണ്ടുനിന്ന സമാധി ആചരണത്തിൻ്റെ സമാപന ചടങ്ങുകൾ ഏപ്രിൽ 29 മുതൽ മെയ് 9-ാം തീയതി വരെ പന്മന ആശ്രമത്തിൽ നടക്കുന്നു. കേരളത്തിൻ്റെ നവോത്ഥാനത്തിനും ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിനും സ്വാമി സംഭാവന ചെയ്ത ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സന്യാസി ശ്രേഷ്ഠനാണ്. കാഷായമെടുക്കാതെ കമണ്ടലും എടുക്കാതെ സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്ന ജീവനൊന്നാണെന്ന് ലോകത്തോട് പറഞ്ഞ ഒരു മഹാഗുരുവാണ് ബ്രഹ്മശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി തിരുമേനി. 9 ദിവസങ്ങളിലായി ഏപ്രിൽ മാസം 29-ാം തീയതി മരുത്വാമലയിൽ നിന്നും സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ മഹാഗുരു ജ്യോതി പ്രയാണത്തിൻ്റെ ജ്യോതിസേറ്റു വാങ്ങി തിരുവനന്തപുരം അഭേദാശ്രമത്തിലെത്തി 30-ാം തീയതി രാവിലെ 6 മണിക്ക് അഭേദാശ്രമത്തിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ പ്രതിമയും ജ്യോതിയും വഹിച്ചുകൊണ്ടുള്ള മഹാഗുരു ജ്യോതി പ്രയാണം പന്മന ആശ്രമത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി മഹാശതാബ്ദിയുടെ ആചരണത്തിന് തുടക്കം കുറിക്കുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 23 മുതൽ ഇന്നലെ വരെ ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വളരെ നന്ദി. ഇതുവരെ എല്ലാ സഹായങ്ങളും സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നുണ്ടായി. ഇനി തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ 1-ന് മഹാസമാധി ശതാബ്ദി ആചരണ സഭാ സമ്മേളനം കേന്ദ്ര IT വകുപ്പ് സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. കോലാപ്പൂർ ശ്രീ ക്ഷേത്ര സിദ്ധഗിരി മഠം മഠാധിപതി സ്വാമി അദൃശ്യ കാടസിദ്ധേശ്വര ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. മെയ് 2-ന് രാവിലെ 10:30-ന് മഹാഗുരു കേരളം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 3-ന് മഹാഗുരുസാരം ആത്മീയ സഭ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിക്കും. മെയ് 4-ന് രാവിലെ മഹാഗുരുവേദം സമ്മേളനം ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥൻ ഉദ്ഘാടനം ചെയ്യും. മെയ് 5-ന് കുമ്പളത്ത് ശങ്കുപിള്ള അനുസ്മരണം പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ശശി തരൂർ MP മുഖ്യപ്രഭാഷണം നടത്തും. 6-ന് രാവിലെ മനുഷ്യാവകാശ സഭയായ മഹാഗുരു സൗഹൃദം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് കേരളത്തിന്റെ എഴുത്തുപതികളെ പരിചയപ്പെടുത്തുന്ന സാഹിത്യ സഭ കവി പ്രൊഫസർ V. മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്യും. മെയ് 7-ന് രാവിലെ ഏകവത്സര പുരാണ പാരായണയജ്ഞത്തിന്റെ സമാപന സഭ ഗൗരി ലക്ഷ്മിബായി ഉദ്ഘാടനം ചെയ്യും. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തും. മെയ് 8-ന് ഭദ്രദീപം സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ തെളിക്കും. തുടർന്ന് മഹാസമാധി ശതാബ്ദി സഭയായ മഹാഗുരു ബ്രഹ്മം മുംബൈ ശ്രീരാമദാസ് ആശ്രമ മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ ചവറ.